നമസ്കാരം. തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ ഹസീന ബീവി എന്ന പേരുള്ള വീട്ടമ്മയെ അവരുടെ ഭർത്താവ് സുരേഷ് എന്ന വ്യക്തി കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ വാർത്ത നമ്മളെല്ലാവരും വായിച്ചതാണ്. ഹസീന ബീവിയെ സുരേഷ് കൊലപ്പെടുത്തിയത് സംശയരോഗം മൂലമാണ്. ഇവർ രണ്ടുപേരും പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണ്. ഹസീന ബീവിക്ക് മരിക്കുമ്പോൾ 36 വയസ്സ് എന്നാണ് പത്രങ്ങളിലുള്ളത്. സുരേഷിന് 46 വയസ്സ്. സുരേഷ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം തമിഴ്നാട്ടിലേക്ക് പോയി അവിടെ ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നും ഇന്നത്തെ പത്രങ്ങളിൽ വാർത്തയുണ്ട്. ഇപ്പോൾ ഇവരുടെ 4 മക്കൾ അനാഥരായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു സംശയരോഗിയുടെ സംശയം മൂലം അയാൾ ചെയ്ത പ്രവൃത്തി 4 കുഞ്ഞുങ്ങളെ അനാഥരാക്കിയിരിക്കുകയാണ്. ഈ സംഭവത്തിൽ നിന്നും നമ്മൾ കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതിൽ ഒന്നാമത്തേത്, നമുക്കറിയാം പല കുട്ടികളും പ്രേമത്തിന് വളരെ വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട്. അവരുടെ ചെറുപ്രായത്തിൽ ആരോടെങ്കിലും ഇഷ്ടം തോന്നി പ്രേമിച്ച് വീട്ടുകാരെ പോലും ധിക്കരിച്ച് വീട്ടുകാർ പറഞ്ഞാൽ അനുസരിക്കാതെ അവരുടെ പിന്നാലെ പോയി അവരുടെ ഒപ്പം ഒളിച്ചോടുകയോ അല്ലെങ്കിൽ നിർബന്ധം പിടിച്ച് അവരെ തന്നെ കല്യാണം കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ കല്യാണം കഴിക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നർത്ഥമൊന്നുമില്ലെങ്കിലും പലപ്പോഴും അത്തരം സന്ദർഭങ്ങളിൽ അതിനുശേഷം എന്ത് എന്നുള്ളൊരു ചിന്ത പലർക്കും ഉണ്ടാകാറില്ല. പലപ്പോഴും പേരൻസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് ചിലരൊക്കെ അവരുടെ സ്വാർത്ഥത കൊണ്ടാണ്. അതായത് ഞാൻ പറയുന്ന ആളെ മാത്രമേ എൻ്റെ മോനോ മോളോ കല്യാണം കഴിക്കാവൂ, വേറെ ആരും കല്യാണം കഴിക്കരുത് എന്നതുകൊണ്ട്, അങ്ങനെയുള്ള അഹങ്കാരം കൊണ്ടും സ്വാർത്ഥത കൊണ്ടും പറയുന്ന പേരൻസ് ഉണ്ട്, ധാരാളമായിട്ടുണ്ട്. അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വിഷയങ്ങൾ കൊണ്ട് പറയുന്നവരുണ്ട്. എന്നാൽ വിവാഹം കഴിക്കാൻ പോകുന്ന ആളിൻ്റെ പശ്ചാത്തലം നോക്കിയിട്ട് അത് ശരിയാകുമോ, നാളെ എന്തായിട്ട് മാറും എന്നൊക്കെ ജീവിതത്തിൽ അനുഭവസമ്പത്തുള്ള ആൾക്കാർക്ക് അനുമാനിക്കാൻ പറ്റും. അങ്ങനെ ചില പേരൻസ് മക്കളോട് പറയാറുണ്ട്, നീ കാണിക്കുന്നത് മണ്ടത്തരമാണ്, നാളെ നിനക്കിത് പ്രശ്നമായിട്ട് മാറും. പക്ഷേ പ്രേമിക്കുന്ന സമയത്ത് കണ്ണുകൾ കാണാൻ പാടാണ്. അവരുടെ മനസ്സും അവരുടെ കണ്ണുകളും എല്ലാം പൂട്ടപ്പെട്ട നിലയിലാണ് പ്രവർത്തിക്കുന്നത്. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇന്ന ആളെ എനിക്ക് സ്വന്തമാക്കണം. അങ്ങനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെന്ത് സംഭവിക്കും എന്നുള്ളത് അവർ ആ സമയത്ത് ആലോചിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ അവർ ആദ്യം ആലോചിക്കേണ്ടത് അതാണ്. അതിനുശേഷം എങ്ങനെയായിരിക്കും ജീവിതം. നമ്മുടെ സിനിമാ മേഖലയിൽ ഈ റൊമാൻസ് വിഷയമാക്കിക്കൊണ്ട് ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങാറുണ്ട്, അവയെല്ലാം ഓടാറുമുണ്ട്. ഈ റൊമാൻസ് സിനിമകളിലെല്ലാം തന്നെ നായകനും നായികയും ഒരുമിക്കുന്നത് വരെയുള്ള സംഘർഷങ്ങളാണ് കാണിക്കുന്നത്. അതായത് അവർ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നു, ഒരുപക്ഷെ പെണ്ണിൻ്റെ അച്ഛൻ അതിന് എതിരാണ്, അല്ലെങ്കിൽ ചെറുക്കൻ്റെ അമ്മ അതിനെതിരാണ്, അല്ലെങ്കിൽ സമൂഹം എതിരാണ്, അല്ലെങ്കിൽ 2 കുടുംബങ്ങളും എതിരാണ്. അപ്പോൾ ഈ എതിർപ്പെല്ലാം അവഗണിച്ച് അവർ പോരാടി ധീരോദാത്തമായിട്ട് മുന്നേറി അവസാനം ഒരുമിക്കുന്ന ഒരു രംഗത്തിലായിരിക്കും സിനിമ അവസാനിക്കുന്നത്. അതോടെ നമ്മളെ സംബന്ധിച്ച് അവർ രക്ഷപ്പെട്ടു, അവർ രണ്ടുപേരും ഒരുമിച്ചു, അവർക്ക് നല്ലത് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സിനിമ കണ്ടിട്ട് എഴുന്നേറ്റ് പോരും. പക്ഷേ പിന്നെന്ത് സംഭവിച്ചു, പിന്നെ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അതൊരിക്കലും ഒരു സിനിമയിലും കാണിക്കാറില്ല, ആരും ചിന്തിക്കാറുമില്ല. ഇപ്പോൾ നമ്മൾ കേട്ട ഈ വാർത്ത അതിൻ്റെ ഒരു വലിയ നേർക്കാഴ്ചയാണ്. ഒരിക്കൽ കണ്ണേ കരളയെന്ന് പറഞ്ഞ് പ്രേമിച്ച് നടന്ന സുരേഷും ഹസീന ബീവിയും 4 മക്കളൊക്കെ ആയിക്കഴിഞ്ഞ് ശത്രുക്കളായിട്ട് മാറി. ഒടുവിൽ സ്വന്തം ഭർത്താവ് തന്നെ, അന്ന് കണ്ണേ കരളയെന്ന് പറഞ്ഞ് ഒപ്പം നടന്ന ഭർത്താവ് തന്നെ അവളെ നിഷ്കരുണം മക്കളുടെ മുമ്പിൽ വെച്ച് കൊലപ്പെടുത്തി. അപ്പോൾ ഒന്നാമത്തെ പാഠം, പ്രേമം പരിപാവനമാണ്, പവിത്രമാണ് എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ മാത്രമേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഒരിക്കലുമില്ല. അറേഞ്ച്ഡ് മാരേജിലും സമാനമായ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ പ്രേമിക്കാൻ പോകുന്ന സമയത്ത് അത് പരിപാവനമാണെന്നും ഞങ്ങളുടെ ജീവിതം വളരെ മെച്ചപ്പെട്ടതായിരിക്കും എന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും കരുതണ്ട എന്ന് മാത്രം പറയുകയാണ്. കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതം. അതുകൊണ്ട് ഏത് വ്യക്തിയെ പ്രേമിച്ചാലും ആ വ്യക്തിയുടെ ഐഡൻറ്റിറ്റി എങ്ങനെയുണ്ട്, അയാളുടെ കുടുംബ പശ്ചാത്തലം എങ്ങനെയുണ്ട്, അയാളെ വിശ്വസിക്കാൻ കൊള്ളാമോ, അയാളൊരു തൻ്റെ ഇടമുള്ള വ്യക്തിയാണോ, സ്നേഹിക്കാൻ കൊള്ളാവുന്ന ആളാണോ, മുതലായ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ ശ്രമിക്കണം. ആ സമയത്ത് ഐസ്ക്രീം തിന്നാനും ചായ കുടിക്കാനും സിനിമ കാണാനും പാർക്കിൽ ചുറ്റാനും നടന്നാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. ആ വ്യക്തിയെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങളൊരു തീരുമാനമെടുക്കാവൂ. രണ്ടാമത്തേത് സംശയരോഗമാണ്. ഈ സുരേഷിന് എങ്ങനെ സംശയരോഗമുണ്ടായി എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും നമ്മുടെ നാട്ടിൽ ഈ സംശയരോഗം ഉണ്ടാക്കുന്നതിൽ നമ്മുടെ സമൂഹത്തിന് വളരെ വലിയ ഒരു പങ്കുണ്ട്. നിങ്ങൾ ആരുമായിട്ട് സഹകരിക്കുന്നു, നിങ്ങൾ ആരുമായിട്ട് കൂട്ടുകൂടുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നിങ്ങളുടെ സ്വഭാവം ഏറെക്കുറെ രൂപപ്പെട്ടു വരുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഗുണനിലവാരം നിൽക്കുന്നതോ. നിങ്ങൾ സഹകരിക്കുന്ന ആൾക്കാർ വളരെയധികം അധപ്പതിച്ച ചിന്താഗതിയുള്ള ആൾക്കാരാണെങ്കിൽ
അവരുടെ ആ അധപ്പതിച്ച ചിന്താഗതി നിങ്ങളിലേക്കും കടന്നു കയറും. നിങ്ങൾ സഹകരിക്കുന്നത് ഉന്നത ചിന്താഗതിയുള്ള നല്ല ആൾക്കാരുമായിട്ടാണെന്നുണ്ടെങ്കിൽ അവരുടെ ഗുണം നിങ്ങൾക്ക് കിട്ടും. മുല്ലപ്പൂവും പിടിയേറ്റ് കിടക്കും കല്ലിനും ഉണ്ടാം സൗരഭ്യം എന്ന് പറയുന്നത് പോലെ നമ്മൾ ആരുമായിട്ടാണോ സഹകരിക്കുന്നത് അവരുടെ ഗുണവും ദോഷവും നമ്മളെ ബാധിക്കും. എന്നാൽ ചുരുക്കം ചില ആൾക്കാരെ അത് ബാധിക്കില്ല. അവരെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുള്ളവരാണ്. അവരാരോട് സഹകരിച്ചാലും ശരി അവരുടെ സ്വഭാവമോ അവരുടെ ഗുണമോ ദോഷമോ ഒന്നും തന്നെ ഇവരെ ബാധിക്കില്ല. പക്ഷേ ഭൂരിപക്ഷത്തിൻ്റെയും അവസ്ഥ അതല്ല. ഭൂരിപക്ഷം ആൾക്കാരും മറ്റ് പലരും പറയുന്നത് കേട്ട് വിശ്വസിക്കുന്നവരാണ്, അതനുസരിച്ച് ചിന്തിക്കുന്നവരാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന മനോരോഗമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ കൂടുന്ന ചില ഇടങ്ങളിൽ ചെന്നാൽ മതി. ഇവരുടെയൊക്കെ മദ്യപാന സദസ്സുകളിലോ എന്തിനാ നമ്മളൊരു പലചരക്കടയിലോ ചായക്കടയിലോ ഒക്കെ വന്നിരുന്ന് സംസാരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഇത്തരക്കാർ കാണും. ചില ബാർബർ ഷോപ്പുകളിൽ ചെന്നാൽ അവിടെ ഇത്തരക്കാർ കാണും. പലയിടത്തും നമുക്ക് ഇത്തരക്കാരെ കാണാൻ സാധിക്കും. ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തുക. പ്രത്യേകിച്ച് സെക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപവാദങ്ങൾ പറയാൻ ഇവർക്ക് ഭയങ്കര ഉത്സാഹമാണ്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നമുക്ക് തന്നെ അറിയാവുന്ന പലരെക്കുറിച്ചും ഇവർ നമ്മളോട് വന്ന് പല കഥകളും പറയും. ആ കഥകളൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ അവരത് പറയുമ്പോൾ നമ്മളത് ഇഷ്ടപ്പെടും, നമ്മളത് വിശ്വസിക്കും, അത് ശരിയാണെന്ന് കരുതും. പക്ഷേ ഇവൻ അത് ഭാവനയിൽ ഉണ്ടാക്കി പറയുന്നതാണോ, ഇവനൊരു പക്ഷേ അവരോടെന്തെങ്കിലും വിരോധമുള്ളതുകൊണ്ട് പറയുന്നതാണോ? ഇപ്പോൾ ഒരു സ്ത്രീയെക്കുറിച്ച് ഒരുത്തം വന്നിട്ട് നമ്മളോട് ചില കഥകൾ പറയുമ്പോൾ ഒരു പക്ഷേ അവൻ അവളെ ഒന്ന് ലൈനാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവളെ ഒന്ന് സ്വന്തമാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി പരാജയപ്പെട്ട് കാണും. അതവൻ പറയില്ല. അതിന് പകരമായിട്ട് അവൻ ചെയ്യുന്നത് അവളുടെ പേര് സമൂഹത്തിൽ നശിപ്പിക്കുക എന്നുള്ളതാണ്. അവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ തിക്തഫലം എത്ര വലുതാണെന്നുള്ളത് അവനറിയില്ല. പക്ഷേ അവൻ പലയിടത്തും നടന്ന് ഇത്തരത്തിലുള്ള കഥകൾ പ്രചരിപ്പിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പയ്യൻ്റെയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെയോ പുരുഷൻ്റെയോ പേര് നശിപ്പിക്കാനായിട്ട് പരദൂഷണം പറഞ്ഞ് നടക്കുമ്പോൾ ഇവരുടെയൊക്കെ സംസാരം കേൾക്കുന്ന ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങും, ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇത്തരക്കാരാണ്, എല്ലാ ആൾക്കാരും ഉടായ്പകളാണ്, അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ഒരു ചിന്ത ഇവരുടെ മനസ്സിലേക്ക് കയറുമ്പോൾ ഇവർക്ക് ഇവരുടെ വീട്ടിൽ തന്നെയുള്ള ഇവരുടെ മക്കളുടെ കാര്യത്തിലോ ഭാര്യയുടെ കാര്യത്തിലോ ഭർത്താവിൻ്റെ കാര്യത്തിലോ ഒക്കെ ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. ഈ സംശയരോഗം എന്ന് പറയുന്നത് തീവ്രമായി കഴിഞ്ഞാൽ അത് ഒരുതരം തീ പോലെയാണ്, അത് അണയ്ക്കാൻ പ്രയാസമാണ്. ഈ സംശയരോഗികളെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്താനോ അവരുടെ മനസ്സ് മാറ്റാനോ പറ്റില്ല. ചില അന്ധരായിട്ടുള്ള മതവിശ്വാസികൾ, അതുപോലെ തന്നെ ചില രാഷ്ട്രീയ അണികൾ, ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മനസ്സിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് അതേപടി തന്നെ സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനായിട്ട് പടപൊരുതുന്നവരാണ്. അവരെ മാറ്റാൻ പ്രയാസമാണ്. അവരുടെ കൺമുന്നിൽ നമ്മൾ റിയാലിറ്റികൾ കൊണ്ടുവച്ചാൽ പോലും അവരംഗീകരിക്കില്ല. അത്രമേൽ അവർ അന്ധരായിട്ട് മാറിയിരിക്കുകയാണ്. അതേപോലെയുള്ളൊരു അവസ്ഥയിലാണ് ഈ സംശയരോഗികളും എത്തിപ്പെടുന്നത്. ഈ സംശയരോഗി ഇപ്പോൾ ഒരു വീട്ടിലൊരു ഭാര്യയും ഭർത്താവും താമസിക്കുന്നു. ഭർത്താവ് ഒരു സംശയരോഗിയാണെങ്കിൽ അയാൾ ഈ ഭാര്യയെ 24 മണിക്കൂറും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. ഇവൾ ചെയ്യുന്ന പ്രവൃത്തിയിലെല്ലാം അയാൾ എന്തെങ്കിലും കുഴപ്പം കണ്ടുപിടിക്കും. ഇവൾ ആരോടെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അത് മറ്റേതാണ് എന്നിയാൾ പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാളിൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു സ്ത്രീക്കായാലും പുരുഷനായാലും, ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ള കുഴപ്പമല്ല, സ്ത്രീകൾക്കും ഉണ്ട്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒരു ശതമാനം എടുത്ത് നോക്കുമ്പോൾ, റേഷ്യോ നോക്കുമ്പോൾ കൂടുതലും പുരുഷന്മാർക്ക് തന്നെയാണ്. സ്ത്രീകൾക്ക് സംശയരോഗമുണ്ട്, പക്ഷേ കൂടുതലും പുരുഷന്മാരിലാണ് ഇത് കാണപ്പെടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും പുരുഷന്മാരാണ് ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്. ഇവർ ഇടപെടുന്ന ആൾക്കാർ ഇവരറിയുന്നില്ല, അവരോട് സംസാരിക്കുമ്പോൾ അവർ വന്ന് നാട്ടിൽ തന്നെയുള്ള മറ്റാരുടെയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എന്നെക്കുറിച്ചും ഇതുപോലെ നാളെ ഇവൻ പറഞ്ഞു നടക്കാം എന്നുള്ളവർ ഓർക്കുന്നില്ല. മാത്രമല്ല അവൻ ഇങ്ങോട്ട് പറയുന്ന ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നൊന്നും ആലോചിക്കാൻ മെനക്കെടാതെ അത് ശരി തന്നെയാണ് എന്ന് ധരിച്ചുകൊണ്ട് ഇവനും അത് പ്രചരിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ കഥകൾ കുറേ ഏറെക്കാലം അവിടുന്നും ഇവിടുന്നുമൊക്കെ കേൾക്കുമ്പോൾ ഇവനും മെല്ലെ മെല്ലെ ഇത്തരത്തിലുള്ള ചിന്തിക്കുന്ന വൈകൃതമുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. ഇവൻ്റെ മനസ്സിലും സംശയമുണ്ടാകാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങളായിരിക്കണം അവസാനം ഇത്തരത്തിലുള്ള ദുരന്തത്തിലെത്തുന്നത്. ഇപ്പോൾ ഈ ഹസീന ബീവിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ഹസീന ബീവിയെക്കുറിച്ച് ആരെങ്കിലും സുരേഷിനോട് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അപവാദമായിരിക്കണം ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഞാനിപ്പോൾ പറയുകയാണ്, ഒരു ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ജീവിക്കുന്നു. ഭാര്യയ്ക്ക് ഒരാളുമായിട്ട് അവിഹിത ബന്ധമുണ്ട് എന്നൊരു ഭർത്താവ് വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ പിന്നെ സംശയത്തിൻ്റെ ആവശ്യമില്ല. അവന് ഒന്നുകിൽ അവളെ ഒഴിവാക്കാം, അല്ലെങ്കിൽ അവൻ ഒഴിഞ്ഞു പോകാം. അവിടെ ഒരു തീരുമാനമായി. എന്നാൽ ഒരു വ്യക്തിയുമായിട്ട്
ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ അവിഹിതബന്ധമുണ്ട് എന്ന് അറിഞ്ഞിട്ട് അതിൽ നിന്ന് നീ പിന്മാറണം, നീ അവൻ്റെ കൂടെ പോയത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞൊരു ഭർത്താവോ ഭാര്യയോ അയാൾ തിരുത്താൻ നോക്കുന്നുണ്ടെങ്കിൽ അവർ കാണിക്കുന്ന വലിയ അബദ്ധമാണ്. അങ്ങനെയുള്ളവരെ തിരുത്താൻ പറ്റില്ല, ഒരിക്കലും തിരുത്താനായിട്ട് പോവുകയും ചെയ്യരുത്. ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്, ഒഴിവാക്കിയിരിക്കണം. അതായത് ഒപ്പം താമസിക്കുന്ന ഭാര്യയോ ഭർത്താവോ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരു പുരുഷൻ്റെയോ മറ്റൊരു സ്ത്രീയുടെയോ പിന്നാലെ പോവുക, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധത്തിലേർപ്പെടുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളിൻ്റെ കൂടെ ഒരു വ്യക്തിയും ജീവിക്കാൻ ആഗ്രഹിക്കത്തില്ല. അങ്ങനെയുള്ള ബന്ധങ്ങൾ അവിടെ തന്നെ അവസാനിപ്പിക്കണം. എന്നാൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല, എല്ലാം ഇവൻ്റെ തോന്നലാണ്. അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്ന് അവനൊക്കെ ചിന്തിച്ചു കൂട്ടുകയാണ്. ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നിടത്താണ് പങ്കാളി കുടുങ്ങിപ്പോകുന്നത്. കാര്യം ഇയാളോട് പറഞ്ഞാൽ തലയിൽ കയറില്ല. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, ഞാനെങ്ങനെയും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് തലയ്ക്ക് ഭ്രാന്തുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവർ രൂക്ഷമായിട്ട് പ്രതികരിക്കുമ്പോൾ അവിടെ വഴക്കാവും. കാരണം ഇവൻ്റെ മനസ്സിൽ ഉള്ള ആ സംശയത്തെ അവന് വ്യക്തമായിട്ട് സാധൂകരിക്കാനോ തെളിയിക്കാനോ പറ്റില്ല. കാര്യം അവൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇവൻ ആരോ പറഞ്ഞു കേട്ടതോ അല്ലെങ്കിൽ ഇവൻ്റെ മനസ്സിലെ സംശയമാണ്. ഇവൻ ഈ സംശയം കൂടുതലായിട്ടുണ്ടാകാൻ വേറെയും കാരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും. ഭാര്യ വളരെയധികം സോഷ്യലായിട്ട് മറ്റുള്ള ആൾക്കാരോടൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഭർത്താവ് അങ്ങനെ പെരുമാറുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഭർത്താവ് വേറെ ഏതെങ്കിലും ഒരു സ്ത്രീയോട് കുറച്ച് ക്ലോസ് ആയിട്ട് ഇടപെടുന്നത് ഈ ഭാര്യ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത ഇത് മറ്റേത് തന്നെയാണ്, ഇത് അപഹിതമാണ്, ഇയാളും ഇവളും തമ്മിൽ പ്രേമത്തിലാണ്, ഇവർ നാളെ ഒളിച്ചോടിയെന്നിരിക്കും. ഇങ്ങനെയൊക്കെ കൂടി ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ ചിന്തകൾക്കൊരു അന്തവും കാണത്തില്ല. നേരെ മറിച്ച് അവർ ചിന്തിക്കുകയാണ് അവർ രണ്ടുപേരും തമ്മിൽ സുഹൃത്തുക്കളാണ്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ സംസാരിക്കാനുള്ള അവകാശമുണ്ട്. ഈ ലോകത്ത് ഒരാളോട് മാത്രമേ ഒരാൾക്ക് സ്നേഹം കാണാവൂ എന്ന് ഒരിക്കലും ആർക്കും പറയാൻ പറ്റില്ല. നമ്മുടെയൊക്കെ മനസ്സ് വെച്ചിട്ട് നമുക്ക് ലോകത്തുള്ള സകല മനുഷ്യരെ സ്നേഹിക്കാൻ പറ്റും. മനസ്സ് അത്രയ്ക്ക് വിശാലമാണ്. ഒരാളെ മാത്രം സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ തെറ്റായിട്ടുള്ള കൺസെപ്റ്റാണ്. ഒരാളെ മാത്രമായിട്ട് ആർക്കും സ്നേഹിക്കാൻ പറ്റത്തില്ല. ലോകത്ത് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമായിട്ട് ആർക്കും ജീവിക്കാനും പറ്റില്ല. നമ്മുടെ മനസ്സിൽ നമുക്കിഷ്ടമുള്ള ഏത് വ്യക്തിയെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും, അല്ലേ? ആരെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റത്തെ? നമുക്ക് എല്ലാവരും സ്നേഹിക്കാൻ പറ്റും. വ്യക്തികളെ മാത്രമല്ല, നമുക്ക് ഈ പ്രപഞ്ചത്തെ ഒന്നിറങ്ങി സ്നേഹിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ മറ്റുള്ള ആൾക്കാരെ ഒരു വ്യക്തി ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും അവരുമായി ഡീൽ ചെയ്യുകയും ചെയ്യുമ്പോൾ അതിന് ഒരൊറ്റ അർത്ഥം മാത്രം കൊടുത്തുകൊണ്ട് കാണുന്ന ആൾക്കാരാണ് ഈ സംശയരോഗികൾ. അവരെ സംബന്ധിച്ച് ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ സംസാരിച്ചാൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ, അത് സെക്സാണ്. അവർ സെക്സിന് വേണ്ടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ചില ആൾക്കാരോട് നമുക്ക് പ്രത്യേക അടുപ്പം തോന്നാറുണ്ട്, എല്ലാവരോടും തോന്നാറില്ല. ഇപ്പം നമുക്ക് തന്നെ സുഹൃത്തുക്കൾ കാണും, ധാരാളം സുഹൃത്തുക്കൾ കാണും. ആ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ നമുക്ക് വളരെയധികം ഇഷ്ടമുള്ള സുഹൃത്തുക്കൾ കാണും. അവരോടാണ് നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത്. എല്ലാ സുഹൃത്തുക്കളോടും നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കാറില്ല. കാരണം എന്താണ്? എന്തുകൊണ്ടാണ് നമ്മൾ ചുരുക്കം ചില ആൾക്കാരെ മാത്രം ക്ലോസ് ഫ്രണ്ട്സായിട്ട് വെക്കുന്നത്? കാരണം അവരുമായിട്ട് മാത്രമേ നമുക്ക് ചേർന്ന് പോകാൻ പറ്റുകയുള്ളൂ. അവരിൽ നമ്മളും നമ്മിൽ അവരും എന്തൊക്കെയോ ചില പ്രത്യേക ഗുണങ്ങൾ കാണുന്നുണ്ട്. അവരുടെ വൈബ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചം നിശ്ചയിക്കുന്നതാണ്, നമ്മൾ നിശ്ചയിക്കുന്നതല്ല. നമ്മളിപ്പോൾ പല സുഹൃത്തുക്കളുടെയും കാര്യം എടുത്ത് നോക്കുമ്പോൾ നമ്മൾ മനഃപൂർവ്വമായിട്ട് ഇന്ന ആളെ സുഹൃത്താക്കാം, അല്ലെങ്കിൽ ഇന്ന ആളുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ നമ്മൾ മനഃപൂർവ്വമായിട്ട് ചിന്തിക്കുന്നതല്ല, അത് സംഭവിച്ചു പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം അവർ തമ്മിൽ പ്രേമത്തിലാണെന്നാണോ? അവർ തമ്മിൽ ഒരിക്കലും പ്രേമത്തിലല്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞാൽ, അവർ ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ, അവർ തമ്മിൽ ഒന്ന് ചിരിച്ച് കളിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ഒരൊറ്റ മീനിങ്ങേ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം ആൾക്കാരും കൊടുക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോഴത്തെ തലമുറയൊക്കെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി ചിന്തിക്കുന്നുണ്ട്. എന്നിട്ടും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ ഈ സംശയരോഗം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മനസ്സിൽ കയറി കൊടുക്കഴിഞ്ഞാൽ ആ വീട്ടിൽ അയാളോടൊപ്പം ജീവിക്കുന്ന എല്ലാ ആൾക്കാരുടെയും, പങ്കാളിയുടെ മാത്രമല്ല കുട്ടികളുടെയും മറ്റുള്ളവരുടെയും എല്ലാം തന്നെ ജീവിതം നരകത്തിലാവും. ഈ സംശയരോഗിയെ നമുക്ക് മാറ്റിയെടുക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ സംശയരോഗത്തിൻ്റെ കുഴിയിലേക്ക് വീഴാൻ പാടില്ല. നമ്മളിപ്പോൾ കല്യാണം കഴിച്ച് നമുക്കൊരു ഭാര്യയോ ഭർത്താവോ ഉണ്ടെങ്കിൽ ആ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നെ മാത്രം അനുസരിച്ചല്ലേ എൻ്റെ ഇഷ്ടം മാത്രം ചെയ്ത് ജീവിക്കേണ്ട ആളാണെന്ന് ചിന്തിച്ചാൽ ആ കുടുംബം നരകമായിട്ട് മാറും. നേരെ മറിച്ച് അയാൾ മറ്റൊരു വ്യക്തിയാണ്, എൻ്റെ ഭർത്താവാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയാണ്. ഭാര്യ എന്ന നിലയിലും ഭർത്താവ് എന്ന നിലയിലും അവർ ആ കുടുംബത്തിൽ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനപ്പുറത്തേക്ക് അവരുടെ കാര്യങ്ങളിൽ കൺട്രോൾ ചെയ്യാൻ ആരും പോകരുത്. അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കാണുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ. അങ്ങനെ സ്വാതന്ത്ര്യമുള്ള ഒരു വീട്ടിലെ ഒരു സ്ത്രീയും, ഞാൻ പറയുകയാണ് ഒരു പുരുഷനും മറ്റൊരാളുടെ പിന്നാലെ പോവുകയില്ല. നേരെ മറിച്ച് എവിടെയാണോ സംശയമുള്ളത്, എവിടെയാണോ കൺട്രോൾ വരുന്നത്, അവിടെയാണ് കയർ പൊട്ടിക്കാനുള്ള ആഗ്രഹമുണ്ടാകുന്നതും കയർ പൊട്ടിക്കുന്നതും. നേരെ മറിച്ച് ഫ്രീ ആയിട്ട് ജീവിക്കാനുള്ള അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ, ഫ്രീ ആയിട്ട് ജീവിക്കാനുള്ള സാഹചര്യം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെയുള്ള ആൾക്കാരുടെ മതിപ്പ് കൂടുകയും ഒരു കാരണവശാലും ശരി സ്വന്തം പങ്കാളിയെ അവർ ചതിക്കാതിരിക്കുകയും ചെയ്യും. എന്നാൽ സംശയരോഗമുള്ളിടത്താണ് പലപ്പോഴും ചതികൾ നടക്കുന്നത്.
അതുകൊണ്ട് അങ്ങനെയുള്ള മനോഭാവം നമ്മളൊരിക്കലും പരിപോഷിപ്പിക്കരുത്. അങ്ങനെയുള്ള ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മളത് മുളയിലെ നുള്ളിക്കളയണം. മൂന്നാമത് ഈ സംഭവം നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ വിവാഹം കഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വിവാഹം കഴിക്കുന്നത് നമുക്കൊരു പങ്കാളിയെ കിട്ടാൻ വേണ്ടി മാത്രമല്ല. നമ്മൾക്ക് കുട്ടികൾ ഉണ്ടാവാനും ആ കുട്ടികളെ വളർത്തി വലുതാക്കി സമൂഹത്തിന് നൽകാനും വേണ്ടിയാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന കുട്ടികൾ സമൂഹത്തിന് കൊള്ളാകുന്നവരായിട്ട് മാറണമെങ്കിൽ അവരെ ശരിയായ രീതിയിൽ വളർത്തണം. അവരെ ശരിയായ രീതിയിൽ വളർത്തണമെങ്കിൽ അവർക്ക് അച്ഛനും അമ്മയും ഒപ്പം ഉണ്ടായിരിക്കണം. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികളാണ് പലപ്പോഴും വഴിതെറ്റിപ്പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ലൈഫിലെ പർപ്പസ് എന്ന് പറയുന്നത്, നമ്മൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകണം. ആ കുഞ്ഞുങ്ങളെ നമ്മൾ ശരിയായ രീതിയിൽ വളർത്തി അവരെ സമൂഹത്തിനും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്കും ഒക്കെ കൊള്ളാകുന്നവരായിട്ട്, രാജ്യത്തിനും നമ്മുടെ നാടിനും മറ്റേത് വ്യക്തികൾക്കും ഗുണമുള്ളവരായിട്ട്, അവർക്ക് തന്നെ ഗുണമുള്ളവരായിട്ട് അവരെ നമ്മൾ മാറ്റിയെടുത്ത് വളർത്തിക്കൊണ്ടുവന്ന് സമൂഹത്തിന് സമ്മാനിക്കണം. അങ്ങനെയുള്ള വ്യക്തികളാണ് എപ്പോഴും ഈ സമൂഹത്തിന് ആവശ്യം. എന്നാൽ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന, അതായത് കുട്ടികളുണ്ടെങ്കിലും ശരി, ഭാര്യ ഉണ്ടെങ്കിലും ശരി, ഭർത്താവ് ഉണ്ടെങ്കിലും ശരി, എൻ്റെ കാര്യം മാത്രം നടക്കണം, എൻ്റെ ഇഷ്ടപ്രകാരം കാര്യങ്ങളെല്ലാം പോകണം എന്നുള്ള സ്വാർത്ഥ ചിന്ത വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും സ്വന്തം കുഞ്ഞുങ്ങളെ പോലും കാണാനുള്ള കണ്ണ് കാണില്ല. ഇപ്പോൾ ഈ സുരേഷ് എന്ന് പറയുന്ന സംശയരോഗിക്ക് സംഭവിച്ചത് അതുതന്നെയാണ്. അവൻ്റെ ഒപ്പം വന്ന് താമസിച്ച ആ പെൺകുട്ടി, 10-18 കൊല്ലമായിട്ട് അവൻ്റെ കൂടെ ജീവിക്കുന്ന ആ സ്ത്രീ, അവൾക്ക് ഏതാണ്ട് 36 വയസ്സ് മാത്രമേ ഉള്ളൂ. ഇവൻ്റെ 4 കുട്ടികൾക്ക് അവൾ ജന്മം നൽകി. ആ കുട്ടികളെയൊക്കെ വളർത്തിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ആ 4 കുട്ടികൾക്ക് അവരുടെ അമ്മയുടെ സ്നേഹം ആവശ്യമാണ്, അമ്മയുടെ കരുതൽ ആവശ്യമാണ് എന്ന് പോലും ചിന്തിക്കാൻ ഇവന് സാധിക്കാതെ പോയത് ഇവന് കുടുംബജീവിതത്തെക്കുറിച്ച് യാതൊരു വിധമായിട്ടുള്ള കാഴ്ചപ്പാടും ഐഡിയയും ഇല്ലാത്തതുകൊണ്ടാണ്. അവനവളെ ഇഷ്ടമല്ലെങ്കിൽ അവൻ ഒഴിവാക്കി പോകാമല്ലോ. അവൻ അവളോട് താമസിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ അവനവളെ ഒഴിവാക്കി പോകാം. എന്നാൽ ഇവൻ്റെ മനസ്സിലെ സംശയരോഗം അവനെക്കൊണ്ട് പലതരത്തിലുള്ള വൃത്തികേടുകൾ ചെയ്യിപ്പിക്കുകയും അവൾ അവിടെ നിസ്സഹായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അതായത് ഒരു സംശയരോഗി വന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്താണ് ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു പുരുഷന് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഹസീന ബീവിയോട് ഇവൻ വന്നിട്ട് മറ്റാരെങ്കിലും പറഞ്ഞ അപവാദങ്ങളോ പരദൂഷണങ്ങളോ അവൻ്റെ മനസ്സിൽ തോന്നിയ തോന്നലുകളോ വളരെ വലിയൊരു ക്രൈമായിട്ട് പറയുമ്പോൾ അവൾക്ക് എങ്ങനെയാണ് ഇവനെ തിരുത്താൻ പറ്റുക? ഇവൾ അങ്ങ് സമ്മതിക്കുകയാണ്, നീ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് പറഞ്ഞാൽ അത് അതിനേക്കാൾ വലിയ പ്രശ്നമായി. ശരിയാണ്, ഇയാൾ പറഞ്ഞ പോലൊക്കെ തന്നെയാണ്, ഇയാൾക്ക് എന്താ ചെയ്യാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിനേക്കാൾ വലിയ പ്രശ്നമായി. എന്നാൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇവർ സമ്മതിക്കുകയുമില്ല. എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഈ സംശയരോഗികളുടെ ജീവിക്കുന്ന ആൾക്കാർ എത്തിപ്പെടുന്നത്. ഒരു തരത്തിലും അവരോട് ഡീൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ജീവിക്കുന്നവരുടെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിതാപകരമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ, എന്നെ കേൾക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇങ്ങനെ സംശയരോഗം വെച്ചുകൊണ്ട് വീട്ടിൽ അസമാധാനം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നിങ്ങൾ നിങ്ങളുടെ ജീവിതം മാത്രമല്ല കൂടെ താമസിക്കുന്ന എല്ലാവരുടെയും ജീവിതം വെറുതെ നശിപ്പിക്കുകയാണ്. നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ആൾ നിങ്ങൾ നേരെ മറിച്ച് ചിന്തിക്കണം. നല്ല വ്യക്തിയാണ്, ഒരിക്കലും എന്നെ ചതിക്കുന്ന ആളല്ല. കാരണം അവർ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട്, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനപ്പുറം നിങ്ങൾ എന്താണ് പിന്നെ ആഗ്രഹിക്കുന്നവരിൽ നിന്ന്? അതിനപ്പുറത്തേക്ക് നിങ്ങൾ ചിന്തിക്കുന്ന ഓരോന്നും നിങ്ങളുടെ മനസ്സിൻ്റെ വൈകല്യമാണ്, നിങ്ങളുടെ മനസ്സിൻ്റെ വൃത്തികേടാണ്. അവർക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഈ ഭൂമിയിൽ ആരും ആരുടെയും സ്വന്തമല്ല. ഒരു വ്യക്തി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യ അവൻ്റെ കൺട്രോളിൽ നിൽക്കണം എന്നവൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവൻ കല്യാണം കഴിക്കാനേ യോഗ്യനല്ല. ഒരു ഭാര്യ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവളും വിവാഹം കഴിക്കാൻ യോഗ്യയല്ല. കാരണം ഓരോ വ്യക്തിയും സ്വതന്ത്രരാണ്. അവർക്ക് കുടുംബജീവിതം ഉള്ളതുപോലെ തന്നെ അവർക്കൊരു സാമൂഹിക ജീവിതവുമുണ്ട്. ഭർത്താവിനോട് മാത്രമേ സംസാരിക്കാവൂ ഭാര്യ, അല്ലെങ്കിൽ ഭാര്യയോട് മാത്രമേ ഭർത്താവ് സംസാരിക്കൂ എന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്ക് വിവരമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ ആൾക്കാരോടും നമുക്ക് സംസാരിക്കാനും ഇടപെടാനും, പ്രത്യേകിച്ച് നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരോട്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചില ആൾക്കാരോട് മാത്രം ചില അടുപ്പം തോന്നും. അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ ഇടപെടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തൃപ്തി അല്ലെങ്കിൽ ഒരു സന്തോഷം, അതിനൊന്നും വേറൊന്നും കൊണ്ട് പകരം വെക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം സംശയത്തോടെ നോക്കിക്കാണുന്ന ആളിൻ്റെ കൂടെയാണ് ഒരു വ്യക്തി ജീവിക്കുന്നതെങ്കിൽ അവരുടെ ജീവിതം നരകമാണ്. അവസാനം അത് ഇങ്ങനെയൊക്കെയുള്ള ദുരന്തങ്ങളിൽ എത്തിപ്പെടും. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. അത് സന്തോഷത്തോടെയും അവരവരുടെ ഇഷ്ടം പോലെയും ഒക്കെ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കി അനാവശ്യമായിട്ട് മറ്റുള്ളവരെ സംശയിക്കുകയും അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുകയും ചെയ്യുന്നവരെല്ലാവരും തന്നെ ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കണം, നിങ്ങളുടെ ഈ പെരുമാറ്റം, നിങ്ങളുടെ ഈ മനോഭാവം ഒടുവിൽ എത്തിച്ചേരുന്നത് ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങളിലായിരിക്കും. നമ്മുടെ മനസ്സിൻ്റെ വികലമായ ചിന്തയെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അത് തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ ചിന്തകളെ ഒന്ന് ഒബ്സർവ് ചെയ്യണം. ഈ ഒബ്സർവേഷൻ എല്ലാ ദിവസവും രാവിലെ ചെയ്യുന്നതാണ് നല്ലത്. രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ
മൊബൈൽ എടുത്ത് നോക്കുന്നതിന് പകരം നമ്മുടെ സ്വഭാവത്തിലെ വൈകല്യങ്ങൾ എന്തൊക്കെയാണ്, എവിടെയാണ് എനിക്ക് അമെൻഡമെൻറ്റ് വരുത്തേണ്ടത്, എവിടെയാണ് എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തേണ്ടത്, മറ്റുള്ളവരുടെ അല്ല എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് ഒരു 2 മിനിറ്റ് സമയം അങ്ങനെ നമ്മുടെ മനസ്സിനെ ഒന്ന് നമ്മൾ പരുവപ്പെടുത്തിയെടുത്താൽ നമുക്ക് നമ്മുടെ കുറവുകൾ നേരിട്ട് കാണാൻ പറ്റും. നമ്മൾ ഒരാളോട് പറയുന്ന ഒരു കാര്യം അയാൾ നമ്മളോട് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഞാനിപ്പോൾ ഒരുത്തനെ ചീത്ത വിളിക്കുകയാണ്, അതേ ചീത്ത അവൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചാൽ എനിക്ക് എങ്ങനെ അത് ഫീൽ ചെയ്യും? ഇങ്ങനെ നമ്മൾ നമ്മുടെ സ്വഭാവത്തെ ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ എടുത്തു കളയേണ്ട സ്വഭാവങ്ങളെ, നമ്മുടെ പെരുമാറ്റത്തിലെ വൈകല്യങ്ങളെ എടുത്തു കളഞ്ഞ് നമ്മൾ ഓരോ ദിവസവും ഇമ്പ്രൂവൈസായി കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട് നല്ല വ്യക്തികളായിട്ട് മാറണം. അങ്ങനെ മാറാൻ നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പമുണ്ടാകും. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വൈകല്യത്തെ നമ്മൾ വെള്ളവും വളവും കൊടുത്ത് വളർത്തി വലുതാക്കി അത് വലിയ വൃക്ഷമായിട്ട് മാറി അവസാനം നമ്മളെ തന്നെ അത് തകർത്ത് കളയുന്ന അവസ്ഥ. അതുകൊണ്ട് ഈ സെൽഫ് ഇവാലുവേഷൻ എല്ലാ ദിവസവും എല്ലാവരും ചെയ്യണം. പ്രത്യേകിച്ച് സ്വന്തം സ്വഭാവത്തിൽ തകരാറുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളവർ. താങ്ക് യു.